സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 25 ശനി. ഡിജിറ്റൽ ഇരുട്ടിന്റെ രാഷ്ട്രീയം. ജന്തർ മന്ദറിൽ യുവജന പ്രക്ഷോഭം ആരംഭിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ ഇന്റർനെറ്റ് നിരോധനമാണ്. ജന്തർ മന്ദർ മാത്രമല്ല, രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രമായ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളുന്ന സെൻട്രൽ ഡൽഹിയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നും മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ലഭ്യമല്ല. അനുരാധ ബാസിൻ കേസിൽ ഇന്റർനെറ്റ് മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ സമരങ്ങളെ അടിച്ചമർത്താൻ ഇന്റർനെറ്റിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കശ്മീരിലായാലും ലഡാക്കിലായാലും ഡൽഹിയിലായാലും സർക്കാരിന്റെ പരാജയത്തിന്റെ ആദ്യ ഇര ഇന്റർനെറ്റാണ്. ഇന്റർനെറ്റ് ഇന്ന് ആഡംബരമല്ല, പൗരന്റെ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യമാണ്. അതിനെ നിരന്തരം വിച്ഛേദിക്കുന്ന ഭരണകൂടം ഡിജിറ്റൽ ഇരുട്ടിലേക്കാണ് രാജ്യത്തെ തള്ളിവിടുന്നത്. 2025 രാജ്യത്ത് 65 ഇന്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ആഗോള ഡിജിറ്റൽ അവകാശ അഭിഭാഷക ഗ്രൂപ്പായ ആക്സസ് നൗ പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത്. 2016 മുതൽ കഴിഞ്ഞ വർഷം വരെ ലോകമെമ്പാടും 2102 ഇന്റർനെറ്റ് റദ്ദാക്കലുകൾ ഉണ്ടായപ്പോൾ അതിൽ 920 എണ്ണവും ഇന്ത്യയിലായിരുന്നു. 2019 ആഗസ്റ്റ് 4 ജമ്മു കശ്മീരിൽ 370 വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് 550 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഇന്റർനെറ്റ് നിരോധനമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത്. ദേശീയ പ്രതിസന്ധികൾ, ജനകീയ പ്രതിഷേധങ്ങൾ, സ്കൂൾ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ, സാമുദായിക കലാപങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിരോധിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ തന്നെയാണ് ഡിജിറ്റൽ ജീവിതത്തിന്റെ ജീവനാഡിയായ ഇന്റർനെറ്റ് ആവർത്തിച്ച് വിച്ഛേദിക്കുന്നത് എന്നതാണ് വലിയ വൈരുദ്ധ്യം. ഇന്റർനെറ്റ് നിരോധനം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിലച്ചു പോകുന്നത് വെറും സോഷ്യൽ മീഡിയ അല്ല, ദൈനംദിന ജീവിതം തന്നെയാണ്. ദിവസവേതന തൊഴിലാളിക്ക് ജോലി നഷ്ടമാകുന്നു, വ്യാപാരിക്ക് ഇടപാട് മുടങ്ങുന്നു, വിദ്യാർത്ഥിക്ക് പഠനം തടസ്സപ്പെടുന്നു, രോഗിക്ക് ചികിത്സാ സേവനങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. സുരക്ഷയുടെ പേരിൽ പൗരജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു ഭരണരീതി ജനാധിപത്യത്തിന്റെ ലക്ഷണമല്ല. നിയന്ത്രണങ്ങൾ സുരക്ഷയുടെ പേരിലാണ് നടപ്പാക്കുന്നതെങ്കിലും അവയുടെ ആവശ്യകതയും പരിധിയും പൊതുജന പരിശോധനയ്ക്ക് വിധേയമാകണം. ജനങ്ങളുടെ ആശയവിനിമയ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഭരണകൂടത്തിന്റെ സൗകര്യത്തിനല്ല, ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം നടപ്പാക്കേണ്ടത്. പൊതുജനങ്ങൾക്ക് വ്യാപകമായ അപകട സാധ്യതയുള്ള ഘട്ടമായ പൊതു അടിയന്തരാവസ്ഥയിലും ജനങ്ങൾക്കാകെ ഭീഷണി നിലനിൽക്കുന്ന പൊതുസുരക്ഷാ ആവശ്യകതയിലും മാത്രമേ ഇന്റർനെറ്റ് നിയന്ത്രണമാകാവൂ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഡൽഹിയിൽ ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധിക്കാൻ ഇത്തരമൊരു സാഹചര്യവുമില്ല. ദേശീയ സുരക്ഷ, പൊതുസുരക്ഷ, തെറ്റായ വിവരങ്ങളുടെയും വിദ്വേഷ പ്രചാരണങ്ങളുടെയും വ്യാപനം തടയുക തുടങ്ങിയ അവ്യക്ത കാരണങ്ങളാണ് പലപ്പോഴും അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം കേസുകളിലും സർക്കാരുകൾ ഈ നടപടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ വ്യക്തമായ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. ഇന്റർനെറ്റ് നിരോധനം യഥാർത്ഥത്തിൽ അക്രമം കുറയ്ക്കുന്നുവെന്നതിന് തെളിവുകൾ ഇന്നും ലഭ്യമായിട്ടില്ല. നിരോധനത്തിലൂടെ വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കുകയും മാധ്യമപ്രവർത്തകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പ്രവർത്തനം തടസ്സപ്പെടുകയും അധികാരികളുടെ നടപടികൾ പൊതുപരിശോധനയിൽ നിന്ന് മറയുകയും ചെയ്യുന്നു. വിവരങ്ങൾ അറിയാനും പങ്കുവെക്കാനും അധികാരത്തെ ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള പൗരന്റെ അവകാശങ്ങളിലൂടെയാണ് ജനാധിപത്യം ജീവിക്കുന്നത്. ഭരണകൂടം ഇന്റർനെറ്റ് ആവർത്തിച്ച് വിച്ഛേദിക്കുമ്പോൾ മൗനത്തിലാകുന്നത് മൊബൈൽ ഫോണുകൾ മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ശബ്ദം കൂടിയാണ്. ഇന്റർനെറ്റ് ഇല്ലാതാകുമ്പോൾ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക ചലനത്തിനൊപ്പം സാമൂഹിക ബന്ധങ്ങളും ജനാധിപത്യ സംവാദവും സ്തംഭിക്കുന്നു. ജനാധിപത്യ രാജ്യങ്ങൾ സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്നത് എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്നതിലൂടെയോ ഭരണഘടന മാറ്റുന്നതിലൂടെയോ മാത്രമല്ല. സുരക്ഷ, പൊതുതാൽപര്യം, ദേശീയ ഐക്യം തുടങ്ങിയ ഭംഗിയുള്ള വാക്കുകളുടെ മറവിൽ പൗരാവകാശങ്ങൾ പതുക്കെ ചുരുക്കുന്നതിലൂടെയും അത് സംഭവിക്കാം. അതുകൊണ്ടാണ് ഡിജിറ്റൽ അടിച്ചമർത്തൽ ഇന്ന് ജനാധിപത്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറിയിരിക്കുന്നത്. പ്രതിഷേധങ്ങളെ സംവാദത്തിലൂടെയും വിശ്വാസം വളർത്തിയുമാണ് ജനാധിപത്യം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലാതെ ഡിജിറ്റൽ ഇരുട്ട് സൃഷ്ടിച്ച് അതിനെ നേരിടാൻ നോക്കരുത്. ഇന്റർനെറ്റ് സാങ്കേതിക സേവനം മാത്രമല്ല ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും വിവരാവകാശത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലവസരങ്ങളുടെയും കൂടി അടിസ്ഥാന സൗകര്യമാണത്. അതിനെ നിരന്തരം വിച്ഛേദിക്കുന്ന ഒരു രാഷ്ട്രം ഡിജിറ്റൽ സ്വേച്ഛാധിപത്യത്തിന്റെ അപകടകരമായ മാതൃകയാണ് നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച നടപടി സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമം എന്നതിലുപരി ജനാധിപത്യ അവകാശങ്ങളെ അനാവശ്യമായി നിയന്ത്രിക്കുന്ന ഭരണ നടപടിയായാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഇന്റർനെറ്റ് നിരോധനം ഡൽഹിയിലെ പ്രതിഷേധത്തെ ഇല്ലാതാക്കിയില്ല, അതിന് ശക്തി കുറച്ചുമില്ല. പ്രതിഷേധം നിയന്ത്രിക്കാൻ എന്ന പേരിൽ ലക്ഷക്കണക്കിന് പൗരരുടെ ആശയവിനിമയ അവകാശം ഒരുമിച്ച് നിഷേധിക്കാനാവില്ല. സുരക്ഷയുടെ പേരിൽ പൗരരുടെ ദൈനംദിന ജീവിതം സ്തംഭിപ്പിക്കുന്ന നടപടി ഭീരുത്വമാണ്, ജനാധിപത്യ സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്.